ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഒരു 5-5:30 ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഹനീന റെസ്റ്റോറൻറ്റിലെ മുട്ടപ്പത്തിരിയും ബീഫും. അപ്പോൾ ദ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഏർലി മോർണിംഗ് ഒരു ഫുഡ് സ്പോട്ടിലേക്ക് പോവാണ്. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും പൊന്നനിക്കാരുടെ സ്വന്തം ഹനീന റെസ്റ്റോറൻറ്റ്. പക്ഷേ ഞങ്ങൾ മാത്രം ഇതുവരെ കഴിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ പോകുന്ന വഴി കുറേ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ സംഭവിച്ചു. ബിക്കോസ് വഴി മാറി ഗൈസ്. പൊന്നാനി നമ്മുടെ സ്വന്തമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് ഇട്ട് പോയി. പക്ഷേ മാപ്പ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. മാപ്പ് നോക്കാൻ പ്രവീണിയും ഇല്ലാത്ത എന്നെ ഏൽപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? വീണ്ടും പ്രവീൺ ഒറ്റയ്ക്ക് മാപ്പിട്ട് പോകുന്നു. പക്ഷേ മണ്ടത്തരങ്ങൾ നിന്നു, വണ്ടി നിന്നു, വീണ്ടും വളയ്ക്കും, വീണ്ടും പോവും. പക്ഷെ ഫൈനലി നമ്മൾ ഹനീന റെസ്റ്റോറൻറ്റ് പോയപ്പോഴാണ് മക്കളെ മനസ്സിലായത്. റീൽസിൽ കാണുന്ന പോലെ തിരക്കൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ ഈ ക്യൂ നമ്മളൊരു 6-6:15 അവിടെ 8-8:30 വരെ ക്യൂല. ചത്ത് ഗൈസ്, ചത്ത്. ഈ കുട്ടിയില്ലേ നമ്മളുടെ ഒരൊറ്റ നിർബന്ധപ്രകാരം ഇന്നലെ ഉണ്ടാക്കിയ ഒരൊറ്റ പ്ലാനാണ് അങ്ങോട്ട് വരിക എന്നുള്ളത്. എന്നിട്ട് തംസപ്പൊട്ട് നിൽക്കുന്നുണ്ടോ കുരിപ്പ്. പിന്നെ എന്താ ചെയ്യുക, 1-2 പേർക്ക് വേറെ വഴിയൊന്നും. ഞങ്ങൾ ഇപ്പം എത്താം നമ്മൾ സ്റ്റെപ്പിൻ്റെ അതുവരെയെങ്കിലും എത്തി. ആ ഡോറ് തുറക്കണം, അതിൻ്റെ ഉള്ളിലാണ് ഈ പാചകപ്പുരം. ബാവ അവിടെ നിന്ന് എത്തിച്ചു നോക്കിയാൽ ടീ മേടിക്കാൻ നിർത്തിയിരിക്കുക കേട്ടോ. നമ്മൾ ഫുഡ് മേടിക്കാനും നിന്ന് അവർ ടീ മേടിക്കാനും നിർത്തി. പ്രവീൺ നിന്ന് മടുത്ത് പറയുമായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് രസമായിട്ട് തോന്നും, പിന്നെ മടുക്കുമെന്ന് പറയുമായിരുന്നു. ഫസ്റ്റ് കണ്ട സന്തോഷം എന്തിനാണ്, ഞങ്ങൾ പാവം പൈതങ്ങളായോണ്ടാണോന്ന് അറിയില്ല, അവിടുത്തെ ചേട്ടൻ കനിഞ്ഞ് ഞങ്ങൾക്ക് ജനൽ വഴി ഫുഡ്. പിന്നെ നമ്മൾ ശ്രീകുട്ടിയുടെ നിർബന്ധപ്രകാരം വന്നോണ്ട് ഫസ്റ്റ് അവളുടെ തന്നെ റിവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രവീണയ്ക്കൊക്കെ ഒരു ഓക്കെ ആയിരുന്നു. ഭയങ്കര ഹൈപ്പിട്ട് പറയാൻ മാത്രം തോന്നിയില്ല. പിന്നെ ടൈം ഈ റഷ് പിടിച്ച ടൈമിൽ തന്നെ പോയി ഫുഡ് കഴിക്കണം എന്നൊന്നുമില്ല. രാത്രി 11 മണി വരെയുണ്ട്, ഫുഡൊന്നും തീരത്തില്ല. 10 മണി കഴിഞ്ഞ് റഷൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് വന്ന് കഴിക്കാമെന്നൊക്കെയാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ.